ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് സർവീസസ് ആണ്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് സർവീസസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. In the recent past, role of service sector in the India economy is growing faster than industry and അഗ്രികൾച്ചർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവീസ് സെക്ടർ എന്ന് പറയുന്നത്, സർവീസ് സെക്ടറിൻ്റെ റോൾ എന്ന് പറയുന്നത് മറ്റേത് ഇൻഡസ്ട്രീസിനേക്കാളും കൂടുതലായിട്ട് എക്കണോമിക് ഇൻഡസ്ട്രീനേക്കാളും അഗ്രികൾച്ചർ ഇൻഡസ്ട്രീനേക്കാളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ബിസിനസ് രംഗത്തെ ഇതുകളാണ് അല്ലേ? വെറൈറ്റി ഓഫ് സർവീസസ് അവൈലബിൾ ആയിട്ടുണ്ട് ടു മീറ്റ് ചേഞ്ച് ഇൻ ദ എക്കോണമി ആൻഡ് ഡൈവേഴ്സ് റിക്വയർമെൻറ്റ് ഓഫ് ദ യൂസേഴ്സ്. ഫോർ എ layman, സർവീസസ് ആർ എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ. സർവീസസ് ആർ ഓൾ ദോസ് എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ബട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ്. എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ? എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇൻടാഞ്ചിബിൾ, നമുക്ക് എന്താണ് ടച്ച് ചെയ്യാൻ പറ്റില്ലാത്ത ഒന്നാണ് സർവീസസ് എന്ന് പറയുന്നത് അല്ലേ? ഇൻടാഞ്ചിബിൾ സർവീസസ് ഓർ ഓൾ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. അതായത് നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലേ? ആ തരത്തിലുള്ളതിനെയാണ് സർവീസസ് എന്ന് പറയുന്നത് അല്ലേ? ആ സർവീസസ് എന്തായിരിക്കും? പക്ഷേ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതെന്താ, നമുക്കൊരു സംതൃപ്തി കിട്ടും അല്ലേ? ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടും അല്ലേ? സർവീസ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് ദ റെൻഡറിങ് ഓഫ് സർവീസസ് ഇൻസ്റ്റെഡ് ഓഫ് end products. It includes attention, advice, access, experience and effective labor. എന്താണ് നമുക്ക് സർവീസസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു ഡോക്ടർ രോഗീനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ്? ഇൻടാഞ്ചിബിളി നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നേഴ്സ് ശുശ്രൂഷിക്കുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് ഇൻടാഞ്ചിബിളി നമുക്ക് ഇന്നതാണ് ചെയ്തതെന്നും പറഞ്ഞ് നമുക്ക് തൊട്ട് കാണിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അവർ ചെയ്ത പ്രവൃത്തി നമുക്ക് ഒരിക്കലും എന്താണ്? ഇന്നതാണ് ചെയ്തത് തൊട്ട് കാണിക്കാനായി പറയാൻ പറ്റും. ഇന്ന രീതിയിൽ ചെയ്തു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു എന്നെല്ലാം പറയാം. എന്താണ്? നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടി, അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് കിട്ടി എന്ന് പറയാം. ഇതെന്ത് പറയുന്നത്? സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറാണ്. അതായത് നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റില്ലാത്തതാണ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ എന്താണ് നേച്ചർ എന്താണെന്ന് നോക്കാം. സർവീസസിൻ്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ നേച്ചറിൽ പറയുന്നത്? 5 ബേസിക് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് ആർ ആസ് ഫോളോസ്. എന്താണ് പറയുന്നത്? നേച്ചർ ഓഫ് സർവീസസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഇതുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് സർവീസിൻ്റെ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും പറഞ്ഞു, ആദ്യം തന്നെ ഡിസ്കസ് ചെയ്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആൻഡ് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് കനോട്ട് ബി ടച്ച്ഡ്. എന്താണ് സർവീസസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ് എന്ന് പറഞ്ഞു. നമുക്ക് എന്താണ്? ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അതായത് നമുക്ക് എന്താ ഒരു ഇതവിടെ ഉണ്ട് എന്നുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാണ്. പക്ഷേ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ദേ ക്യാൻ ഓൺലി ബി ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. എന്താണ്? നമുക്കതെന്ത് ചെയ്യാൻ പറ്റും? ഒന്നല്ലേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. അതായത് നമുക്ക് അറ്റൻഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡോക്ടർ നമ്മളെ ട്രീറ്റ് ചെയ്തു അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, വൺ കനോട്ട് ടച്ച് ഓർ ടേസ്റ്റ് എ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എക്സാമ്പിൾ. മോറോവർ ക്വാളിറ്റി ഓഫ് ദ സർവീസസ് കനോട്ട് ബി ഇൻസ്പെക്റ്റഡ് ബിഫോർ ഹാൻഡ്. ഇറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ഓൺലി ആഫ്റ്റർ കൺസെപ്ഷൻ. ദ സർവീസസ് പ്രൊവൈഡ്സ് മസ്റ്റ് കോൺസിസ്റ്റൻ്റ്ലി വർക്ക് ഓൺ ക്രിയേറ്റിംഗ് എ ഡിസൈർഡ് സർവീസ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവീസസ് നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻടാഞ്ചിബിൾ
ാണ് ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ബിസിനസ് സർവീസസിന് പറയുന്നത്. എന്താണ്? അപ്പോൾ അതിനകത്ത് പറഞ്ഞു, നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കൺസൾട്ടേഷൻ നമുക്ക് എന്താണ്, അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. കൺസ്യൂം ചെയ്തതിന് ശേഷം മാത്രം, അതായത് നമുക്ക് ആ കിട്ടിയ സാധനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്തിട്ട് വേണം നമുക്കത് എന്താണ് നമുക്ക് കിട്ടിയെന്ന എക്സ്പീരിയൻസ് പറയാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്കൊരിക്കലും തൊട്ട് കാണിക്കാനോ ഇന്നതാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റൻസി. സർവീസസ് ഹാവ് ടു ബി പെർഫോംഡ് ഈച്ച് ടൈം അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഈച്ച് കസ്റ്റമേഴ്സ്. എന്താണ്? സർവീസസ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, ഏത് കസ്റ്റമറിൻ്റെ ആണോ അവരുടെ ഡിമാൻഡും അവരുടെ എക്സ്പെക്റ്റേഷനും അനുസരിച്ചായിരിക്കും എന്ത് സർവീസും പെർഫോം ചെയ്യുന്നത്, അല്ലേ? ദ സർവീസസ് പ്രൊവൈഡർ ഷുഡ് മോഡിഫൈ ഹിസ് ഓഫർ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഈച്ച് കസ്റ്റമർ. ഓരോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഓരോ കസ്റ്റമർക്കും വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയായിരിക്കും അവർ ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സർവീസസിനെ മോഡിഫൈ ചെയ്ത് ആ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ, അല്ലേ? എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു, പനിക്ക് ട്രീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പം കൂടുതൽ കെയർ കൊടുക്കേണ്ടത്, കൂടുതൽ ആ സർവീസ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? കസ്റ്റമറിന് റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്, എന്താണ് കസ്റ്റമറിന് വേണ്ടത് എന്നനുസരിച്ചാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? സെയിം സർവീസസ് മേ ബി പ്രൊവൈഡ് ഡിഫറെൻ്റ്ലി ബൈ ദ ഡിഫറെൻറ്റ് സർവീസ് പ്രൊവൈഡർ. അത് സെയിം സർവീസസ് ഡിഫറെൻറ്റ് വേയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അല്ലേ? ഒരു സർവീസ് തന്നെ പല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇൻഷുറൻസ് കമ്പനി usually offer different types of policies to meet the requirement of its customers. എക്സാമ്പിളായിട്ട് പറഞ്ഞു വരുന്നതാണ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി യൂഷ്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ഓഫർ ചെയ്യുക അവരുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്. അവർക്ക് എത്ര വർഷത്തേക്കുള്ള ഇതാണ് വേണ്ടത് പോളിസി, എന്ത് കവറേജുള്ള പോളിസിയാണ് വേണ്ടത്, അങ്ങനെയെല്ലാം ബേസ് ചെയ്ത് ആ ഓരോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സർവീസ് മാത്രമേ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്ന ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് ഫ്യൂച്ചറായിട്ട് പറയുന്നതാണ് ഇൻകൺസിസ്റ്റൻസി. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകില്ല. നെക്സ്റ്റ് വൺ ഇൻസെപ്പറബിലിറ്റിയാണ്. The services cannot be separated from the service provider. These are produced and consumed at the same place only. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവീസസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ സെയിം പ്ലേസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെയിം പ്ലേസിലായിരിക്കും, അല്ലേ? ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് നമുക്ക് നീട്ടി ചെയ്യാൻ പറ്റുമോ? മെഡിക്കൽ പരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിലല്ലാതെ വേറെ സ്ഥലത്ത് പോയി നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമോ? ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല എല്ലാ സർവീസുകളും, അല്ലേ? ഇൻസെപ്പറബിലിറ്റിയാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത്, വൺ കനോട്ട് സെപ്പറേറ്റ് ദ മെഡിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഡോക്ടർ ഫ്രം ഹിം. ഡോക്ടർ ആൻഡ് ഹിസ് സർവീസസ് ആർ ഇൻസെപ്പറബിൾ. സിമിലാരിറ്റി ഇറ്റ് അപ്ലൈസ് ടു ലോയർ, എ ചാർട്ടേഡ് അക്കൗണ്ട്, എക്സെട്ര. സർവീസസ് എന്ന് പറയുന്നത് ചില സർവീസസ് ഇൻസെപ്പറബിലിറ്റി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലാത്തതുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും അതിൻ്റെ സർവീസസുകളും എവിടെ കിട്ടണം? പ്രൊവൈഡ് ചെയ്യണത് ഹോസ്പിറ്റലിലാണ് ലഭിക്കുകയുള്ളൂ. വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ പറ്റില്ല. എന്നാൽ ഷിഫ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സർവീസുകളുമുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ് പോലത്തുള്ളവരുടെ സംബന്ധിച്ച് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നീക്കി സർവീസസ് പ്രൊവൈഡ് ചെയ്യാവുന്നതും ഉണ്ട്. ഫോർത്ത് നേച്ചറായിട്ട് വരുന്നതാണ് ഇൻവെൻറ്ററി. സർവീസസ് ആർ കൺസ്യൂംഡ് ആസ് സൂൺ ആസ് ദേ ആർ delivered. It means that they cannot be stored for
എ ഫ്യൂച്ചർ യൂസ്. എന്താണ് സർവീസസ് നമ്മൾ എന്താണ് നാളെ ഉപയോഗിക്കാം എന്നൊരു ഇതിൽ ഇൻവെൻട്രി എന്താണ് ഒരു സ്റ്റോക്ക്, അതായത് കാണപ്പെടുന്ന ഒന്നുമില്ല അല്ലേ. സർവീസസ് എന്ന് പറയുന്നത് എന്താ ഇൻറ്റാഞ്ചിബിൾ ഇൻ നേച്ചറാണ്, അതായത് നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാനോ കാര്യങ്ങൾ പറ്റുന്ന ഒന്നല്ല എന്ത് സർവീസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻവെൻട്രി എന്ന് പറയുന്നത് സർവീസസ് ആർ കൺസ്യൂംഡ് ആസ് സൂൺ ആസ് ദേ ആർ ഡെലിവേർഡ്. എപ്പോൾ നമ്മൾ കൊടുക്കുന്നോ അപ്പോൾ അവർക്ക് ലഭിക്കുന്നതാണ് സർവീസസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ഫ്യൂച്ചർ യൂസ്. എന്താണ് നമുക്ക് ഒരിക്കലും എന്താണ് ഫ്യൂച്ചറിലേക്ക് എന്താണ് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാം എന്ന രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഇൻവെൻട്രി, ഒരു സ്റ്റോക്കായിട്ട്, അതായത് നമുക്ക് കാണപ്പെടുന്ന രീതിയിൽ ഉള്ളതല്ല സർവീസസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻറ്റാഞ്ചിബിൾ നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഏതാ ഫ്യൂച്ചറിലേക്ക് അത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് കനോട്ട് ബി പെർഫോംഡ് ഏർലിയർ ബട്ട് വിൽ ബി കൺസ്യൂംഡ് അറ്റ് ലേറ്റർ ഡേറ്റ്. എന്താണ് എപ്പോൾ നമുക്ക് പെർഫോം ചെയ്യുന്നോ അപ്പോൾ നമുക്ക് ലഭിക്കുക. അത് എന്താണ് ലേറ്റർ ഡേറ്റിൽ പിന്നീട് ഒരിക്കൽ ലഭിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് എ റെയിൽവേ ടിക്കറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ബട്ട് ദ റെയിൽവേ ജേർണി വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഓൺലി വെൻ ദ റെയിൽവേ പ്രൊവൈഡഡ് ഇറ്റ്. എന്താണ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് റെയിൽവേയിൽ ടിക്കറ്റ് നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് നേരത്തെ എടുത്ത് നമുക്ക് ടിക്കറ്റ് എന്താണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നാൽ റെയിൽവേ ജേണി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എപ്പോഴാണോ ആ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് നമുക്കതെന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് സർവീസസ് എന്ന് പറയുന്നത്. എന്താണ് ഒരിക്കലും നമുക്ക് ഇൻവെൻട്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു പിന്നീടിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടുള്ളൊരു സ്റ്റോക്കായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഈ ഫിഫ്ത്ത് നേച്ചറായിട്ട് വരുന്നത് ഇൻവോൾവ്മെൻ്റ് ആണ്. ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കസ്റ്റമർ ഈസ് നെസസറി ഫോർ ഡെലിവറി of service. It provides the opportunity to the customers to get the services modified according to his requirement. എന്താണ് പറയുന്നത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്ന ഡെലിവറി ഓഫ് സർവീസസ്, അതായത് കസ്റ്റമറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ഇറ്റ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ദ കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ദ സർവീസസ് മോഡിഫൈ അക്കോർഡിംഗ് ടു ഹിസ് റിക്വയർമെൻറ്റ്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ റെയിൽവേ കനോട്ട് പ്രൊവൈഡ് ദ സർവീസസ് ഇഫ് ദ പാസഞ്ചർ ഡസ് നോട്ട് ടേൺ അപ്പ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാവൽ. എന്താണ് പറഞ്ഞത് ഇൻവോൾവ്മെൻറ്റിൽ പറയുന്ന എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ് റെയിൽവേക്ക് ഒരിക്കലും എന്താണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താ പാസഞ്ചർ ആ കൃത്യ ടൈമിൽ ആ പറയുന്ന ടൈമിൽ അവരെടുത്ത ടൈമിൽ അവർ എത്തിയില്ലെങ്കിൽ ഒരിക്കലും എന്താണ് അവർക്ക് ആ സർവീസസ് പിന്നീട് എന്താണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ഡേറ്റിൽ ആ ടൈമിൽ നമുക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ. അതാണ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. കസ്റ്റമറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് എന്താണ് ബിസിനസ് സർവീസസിൻ്റെ നേച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ബിസിനസ് സർവീസസിൻ്റെ സർവീസസിൻ്റെ പ്രത്യേകതകൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.